ഉത്തര കേരളത്തിലെ ദക്ഷിണ കാശി എന്ന് പ്രസിദ്ധമായ ശ്രീ കൊട്ടിയൂരിലേക്ക് ബസ്സിലൊരു യാത്രയാണ്. മണത്തണ വഴിയാണ് ഈ ബസ് പോകുന്നത്. കൊട്ടിയൂരിനടുത്ത ഒരു സ്ഥലമാണ് മണത്തണ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഉള്ളത് മണത്തണയിലാണെന്നാണ് പൊതുവെ പറയുന്നത്. ഉത്തര കേരളത്തിലെ ദക്ഷിണ കാശി എന്ന് പ്രസിദ്ധമായ ശ്രീ കൊട്ടിയൂർ ക്ഷേത്രം കേരളത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. സഹ്യപർവ്വതത്തിൻ്റെ പ്രകൃതി സുന്ദരമായ താഴ്വരയിൽ കണ്ണൂർ, വയനാട് ജില്ലകളുടെ സംഗമവേദിയായ കൊട്ടിയൂരിൽ ശക്തി ചൈതന്യ കേദാരമായ ശ്രീ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. തലശ്ശേരി നഗരത്തിൽ നിന്നും ഏകദേശം 65 കിലോമീറ്റർ ദൂരെയാണ് കൊട്ടിയൂർ. പർവ്വത പ്രാന്തങ്ങളിൽ നിന്നും ഉത്ഭവിച്ചെത്തുന്ന വാവലിപ്പുഴയുടെ ഇരു കരകളിലുമായി 2 ക്ഷേത്ര സ്ഥാനങ്ങളുണ്ട്. പുണ്യകേദാരങ്ങളായ ഇവ ശിവചൈതന്യ സങ്കേതങ്ങളത്രേ. ഇവ ഇക്കരെ കൊട്ടിയൂരെന്നും അക്കരെ കൊട്ടിയൂരെന്നും അറിയപ്പെടുന്നു. ഭൂമിശാസ്ത്രപരമായി വയനാടിൻ്റെ തനിമ നഷ്ടപ്പെടാത്ത കൊട്ടിയൂർ പ്രദേശം കണ്ണൂർ റവന്യൂ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയുടെ വന്യഭംഗി കൊണ്ട് അനുഗ്രഹീതമായ ഭൂമിയാണ് കൊട്ടിയൂർ. ചുറ്റിലും ഉയർന്നു നിൽക്കുന്ന ഗിരിശൃംഗങ്ങളും സസ്യലതാദികളാൽ നിബിഡമായ കാവുകളും പുണ്യതീർത്ഥമായ വാവലിപ്പുഴയുടെ സാന്നിധ്യവും കൊട്ടിയൂരിൻ്റെ സവിശേഷതയാണ്. പ്രകൃതിയുടെ വരദാനമായ കൊട്ടിയൂരിൻ്റെ ചൈതന്യ ധന്യത അവർണ്ണനീയമാണ്. ചുറ്റിലും ഉയർന്നു നിൽക്കുന്ന ശ്യാമസുന്ദരങ്ങളായ ഗിരിശൃംഗങ്ങൾ കൊട്ടിയൂരിൻ്റെ കാലാവസ്ഥയെ അനുകൂലമായി സ്വാധീനിക്കുന്നു. ലോകത്തു തന്നെ അത്യപൂർവങ്ങളായ ഉദാത്ത നിത്യഹരിത വനങ്ങൾ കൊട്ടിയൂർ വനഭൂമിയുടെ സവിശേഷതയ്ക്ക് മാറ്റുകൂട്ടുന്നു. മലമടക്കുകളുടെയും പാറക്കെട്ടുകളുടെയും ധാതുസ്പർശവുമായി വനാന്തരങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഔഷധവാഹിനിയായ വാവലിപ്പുഴ കൊട്ടിയൂരിൻ്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നു. നാഗദേവതകളുടെ വിഹാരഭൂമിയായ കാവുകളും കൊട്ടിയൂരിൻ്റെ പ്രകൃതി പ്രതിഭാസങ്ങളുടെ ധന്യതയ്ക്ക് മകുടം ചാർത്തുന്നു. ഇക്കരെ ക്ഷേത്ര സന്നിധാനത്തെ ഗൂഢപൂജകൾ നടക്കുന്ന ആയില്യാർക്കാവും മുത്തപ്പൻ്റെ വാസസ്ഥാനമായ കൊട്ടേരിക്കാവും ദേവീ ചൈതന്യ സങ്കേതങ്ങളായ പള്ളിയറക്കാവുകളും കൊട്ടിയൂർ വനഭൂമിയുടെ ചൈതന്യ ധന്യതകളിൽ ചിലതു മാത്രമാണ്. പ്രകൃതി രമണീയമായ ഈ ധന്യതയുടെ നിറവിൽ വാവലിയാറിൻ്റെ വടക്ക് ഭാഗത്ത് മൂലക്ഷേത്രമായ അക്കരെ കൊട്ടിയൂർ സ്ഥിതി ചെയ്യുന്നു. ചുറ്റിലും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന തിരുവഞ്ചിറ എന്ന ജലാശയത്തിൻ്റെ നടുവിലാണ് ചൈതന്യസ്ഥാനം. സാധാരണ ക്ഷേത്രങ്ങളെപ്പോലെ കെട്ടിടമോ എടുപ്പുകളോ ഇവിടെയില്ല. മണിത്തറ, അമ്മാറക്കൽ തറ എന്നിങ്ങനെ 2 സ്ഥാനങ്ങളാണ് ജലാശയത്തിന് നടുവിലുള്ളത്. മണിത്തറയിൽ ശ്രീ പരമേശ്വരൻ്റെ സ്വയംഭൂലിംഗം സ്ഥിതി ചെയ്യുന്നു. അമ്മാറക്കല്ല് സതീദേവിയുടെ സങ്കേത സ്ഥാനമാണ്. ഇപ്രകാരം ശിവശക്തിമാരാണ് ഇവിടുത്തെ പ്രധാന ആരാധ്യ ദേവതകളെന്ന് പരക്കെ പ്രസിദ്ധമാണ്. തീർത്ഥാന്തേ തടി നീതടേ ജലനിധേ തീരെ സരിത് സംഗമേ ശൈലാഗ്രേ ദ്രിതടേ വനോപവനയോ രുദ്ധ്യാന ദേശേ തഥാ എന്നിങ്ങനെ ക്ഷേത്ര പ്രതിഷ്ഠകൾക്ക് അനുയോജ്യമായ സ്ഥാനങ്ങളെപ്പറ്റി തന്ത്രശാസ്ത്രം വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും അനുയോജ്യമായ പ്രകൃതി വിന്യാസത്തിൻ്റെ ധന്യഭൂമിയിൽ പ്രതിഷ്ഠാവിധികൾ ഏതുമില്ലാതെ ഈശ്വര ചൈതന്യം സ്വയംഭൂവായി അവതരിച്ചിട്ടുള്ളതായി
അക്കരെ കൊട്ടിയൂരിൽ നമുക്ക് കാണാം. ഇടവമാസത്തിലെ ചോതി നാൾ മുതൽ മിഥുനമാസത്തിലെ ചിത്രനാൾ വരെയുള്ള 28 ദിവസം മാത്രമേ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകൾ നടക്കുകയുള്ളൂ. ഈ കാലയളവിലാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആയി അറിയപ്പെടുന്നത്. ഉത്സവവേളയല്ലാത്ത ബാക്കി 11 മാസവും അക്കരെ ക്ഷേത്രത്തിൽ ആളുകൾക്ക് പ്രവേശനമില്ല. മനുഷ്യർക്ക് പ്രവേശനം നിഷിദ്ധമായ ഈ കാലയളവിൽ അക്കരെ ദേവതകൾ പൂജ ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ആചരണങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കേരളത്തിലെ ഇതര ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സങ്കേതമാണ് ശ്രീ അക്കരെ കൊട്ടിയൂർ. പ്രാചീനമായ കീഴ്വഴക്കങ്ങളുടെയും ശൈലികളുടെയും തനിമ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ വൈശാഖ മഹോത്സവം കൊണ്ടാടുന്നത്. ലക്ഷോപലക്ഷം ജനങ്ങൾ പ്രതിവർഷം വന്നു ചേരുന്നതും ഉത്സവ നടത്തിപ്പ് സംബന്ധിച്ച് നിരവധി അവകാശികളും അടിയന്തിരക്കാരും താമസിക്കേണ്ടതുമായ ഈ ക്ഷേത്ര സങ്കേതത്തിൽ സ്ഥിര സ്വഭാവമുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഒന്നും തന്നെ പാടില്ല എന്നത് ശ്രദ്ധേയമാണ്. യാഗശാലകൾ അഥവാ കയ്യാലകൾ എന്നറിയപ്പെടുന്ന താൽക്കാലിക ഓല ഷെഡുകളാണ് അടിയന്തരക്കാർക്കും മറ്റും താമസിക്കുന്നതിനും ഓഫീസ് മുതലായവ പ്രവർത്തിക്കുന്നതിനും വേണ്ടി തയ്യാറാക്കുന്നത്. ഇതര ക്ഷേത്രോത്സവങ്ങളിലേതുപോലെ ആധുനിക സ്പർശമുള്ള കലാപരിപാടികളും ഇവിടെയില്ല. ശീവേലി എഴുന്നള്ളത്ത്, പാണികൊട്ട്, കൊട്ടിപ്പാടി സേവ, പാടകം, കൂത്ത് എന്നിങ്ങനെയുള്ള ക്ഷേത്ര കലാരൂപങ്ങൾ മാത്രമാണ് നടത്താറുള്ളത്. 27 നാൾ നീണ്ടു നിൽക്കുന്ന അതിപ്രാചീനമായ ഈ യാഗോത്സവം വെടിക്കെട്ടില്ലാത്ത മഹോത്സവമാണ് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. സ്വയംഭൂലിംഗം കുടികൊള്ളുന്ന മണിത്തറയ്ക്ക് മുകളിൽ ഉത്സവകാലത്ത് മഴയും വെയിലുമേൽക്കാതെ താൽക്കാലിക പർണശാല കെട്ടിയുണ്ടാക്കുകയും ചെയ്യുന്നു. പ്രകൃതിയുമായി താദാത്മ്യം പ്രാപിച്ചുകൊണ്ട് വനാന്തരീക്ഷത്തിൽ നടക്കുന്ന ഉത്സവം അക്കരെ കൊട്ടിയൂരിൻ്റെ വൈശിഷ്ട്യമാണ്. ഈ ഭൂപ്രദേശത്തിൻ്റെ അതീവ പാരിസ്ഥിതിക പ്രാധാന്യം മുൻപുള്ള ജനത ഉൾക്കൊണ്ടിരുന്നു എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. മഹായാഗത്തിൻ്റെ പരിണാമം ഇങ്ങനെയായിരുന്നു. ദക്ഷൻ വീരഭദ്രൻ്റെ പിടിയിലായി. ഭൂതഗണങ്ങൾ ദക്ഷൻ്റെ മുഖത്തടിച്ചു. ഓരോരുത്തരും പ്രജാപതിയെ കൈകാര്യം ചെയ്തു. ഒടുവിൽ വീരഭദ്രൻ വാളെടുത്ത് ദക്ഷൻ്റെ ശിരസ്സറുത്തു. ഭദ്രകാളി ദക്ഷൻ്റെ രക്തം ആർത്തിയോടെ കുടുകുടാ കുടിച്ചു. ദക്ഷൻ മരിച്ചു വീണു. വീരഭദ്രൻ വാൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ദക്ഷശിരസ് ഹോമകുണ്ഡത്തിലേക്കും യാഗശാലയിൽ ആകമാനം രക്തം തളം കെട്ടിക്കിടക്കുന്നു. വീരഭദ്രനും സംഘവും കൈലാസത്തിലേക്ക് മടങ്ങി. ഒരു മഹായാഗത്തിൻ്റെ ദയനീയമായ പരിണാമം. ദേവകളും മാമുനിമാരും വിഷമത്തിലായി. മഹാസത്രം പാതിയിൽ മുടങ്ങിയിരിക്കുന്നു. അത് വലിയ ദോഷമാണ്. ലോകം മുഴുവനും നശിക്കും. അതിന് പരിഹാരം കണ്ടേ മതിയാകും. അവർ ബ്രഹ്മദേവനെ സമീപിച്ചു. യാഗം പൂർത്തിയാവണമെങ്കിൽ യജമാനായ ദക്ഷൻ വീണ്ടും ജീവൻ വെച്ച് എഴുന്നേൽക്കണം. അതിന് ശ്രീ പരമേശ്വരൻ കനിയണം. ക്രോധവശകനായി നിൽക്കുന്ന സംഹാരമൂർത്തി അതിന് തയ്യാറാകില്ല. അദ്ദേഹത്തെ സമീപിക്കാനും ആർക്കുമാവില്ല. ഒടുവിൽ ശ്രീ പരമേശ്വരനെ അനുനയിപ്പിക്കാൻ ധൈര്യമുള്ള ഒരേ ഒരാളെ ദേവകൾ സമീപിച്ചു. സാക്ഷാൽ മഹാവിഷ്ണുവിനെ. എത്ര രൗദ്രത പ്രകടിപ്പിച്ചാലും കാരുണ്യം നിറഞ്ഞ ഹൃദയമാണ് മഹാദേവൻ്റേത്. അത് മഹാവിഷ്ണുവിനറിയാം. അദ്ദേഹം
ചുമതലയേറ്റെടുത്തു. കാര്യങ്ങൾ ഭംഗിയായി ദക്ഷിണാമൂർത്തി കോപം വെടിഞ്ഞു. യജ്ഞപശുവായി സമർപ്പിച്ചിരുന്ന ആടിൻ്റെ തല ദക്ഷന് വെച്ചുകൊടുത്ത് അദ്ദേഹത്തിന് ജീവൻ നൽകാനും യാഗം തുടർന്നു നടത്താനും ഭഗവാൻ അനുവദിച്ചു. ഒപ്പം ഭൂതഗണങ്ങളുടെ ഉപദ്രവമേറ്റ എല്ലാവർക്കും പൂർവസ്ഥിതി തിരിച്ചു നൽകി. ഭൃഗുവിനും ദക്ഷന് ജീവൻ കൈവന്നു. ത്രിമൂർത്തികളുടെ സാന്നിധ്യത്തിൽ യാഗം ഗംഭീരമായി പൂർത്തിയാക്കി. ദക്ഷൻ്റെ അഹങ്കാരം തീർത്തും ശമിച്ചിരുന്നു. ഈ പുതിയ ജീവിതത്തിൽ ഭഗവാന്റെ ഏറ്റവും ഉത്തമ ഭക്തന്മാരിൽ ഒരാളായി അജമുഖ ദക്ഷൻ. ലോകനാശം തടയപ്പെട്ടു. ദക്ഷനും മറ്റുള്ളവർക്കും ജീവൻ തിരികെ ലഭിച്ചു. ജീവിതവും എല്ലാം മംഗളമായി. പക്ഷേ തൻ്റെ പ്രാണേശ്വരിയായ സതീദേവിയെ മാത്രം എന്നേക്കുമായി അന്തർധാനം ചെയ്തു കഴിഞ്ഞു. ഭഗവാൻ ദുഃഖിതനായി. തീവ്ര വിഷാദത്തോടെ രൗദ്ര തീഷ്ണതയും പ്രിയ പത്നിയിലുള്ള പ്രണയ തീവ്രതയും കൈവിടാതെ ദേവി അന്തർധാനം ചെയ്ത അഗ്നികുണ്ഡത്തിനരികിൽ സ്വയംഭൂവായി ഭഗവാൻ വിശ്വനാഥൻ കുടിയിരിക്കുന്നു.